ക്രെഡിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് സെയിൽസ് ട്രാൻസാക്ഷൻസ് പീച്ച്ട്രീ അക്കൗണ്ടിങ്ങിൽ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആവശ്യത്തിന് ജനറൽ ജേണൽ എൻട്രി ഉപയോഗിക്കണമെന്നില്ല. ക്രെഡിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് സെയിൽസ് എല്ലാം നമുക്ക് പർച്ചേസിലൂടെയും സെയിൽസിലൂടെയും കൊടുക്കാവുന്നതാണ്. ഈ ആവശ്യത്തിന് വേണ്ടി മെയിൻ മെനുവിൽ നിന്നും ടാസ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ വന്നു ചേരുന്ന പുൾ ഡൗൺ മെനുവിൽ നിന്നും സെയിൽസിൻ്റെ എൻട്രി കൊടുക്കാൻ വേണ്ടി സെയിൽസ് ഇൻവോയ്സിംഗ് സെലക്ട് ചെയ്യുക. പർച്ചേസിൻ്റെ എൻട്രി കൊടുക്കാൻ വേണ്ടി പർച്ചേസ് റിസീവ് ഇൻവെൻട്രി ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ പർച്ചേസ് റിസീവ് എൻട്രി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് റിസീവ് ഇൻവെൻട്രി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പർച്ചേസ് റിസീവ് ഇൻവെൻട്രി സ്ക്രീൻ ഡെസ്ക് ടോപ്പിൽ വന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഏത് വെണ്ടറുടെ പക്കൽ നിന്നാണോ സാധനം വാങ്ങുന്നത് ആ വെണ്ടറുടെ ഐഡിയും വെണ്ടറുടെ പേരുമാണ് ആദ്യം സിസ്റ്റത്തിന് നൽകേണ്ടത്. ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലെൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 വെണ്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് CD പോയിന്റ്, മറ്റൊന്ന് കമ്പ്യൂട്ടർ. ഇവരിൽ നിന്ന് ആരിൽ നിന്നെങ്കിലുമാണ് സാധനം വാങ്ങുന്നതെങ്കിൽ അവരെ സെലക്ട് ചെയ്താൽ മതിയാവും. എന്നാൽ ഈ 2 വെണ്ടറുടെ പക്കൽ നിന്നല്ലാതെ മറ്റൊരു വെണ്ടറുടെ പക്കൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ആ വെണ്ടർ നമുക്ക് പുതിയ ആളാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയ വെണ്ടറെ ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ആവശ്യത്തിന് നമ്മൾ ഈ ലിസ്റ്റിൽ കാണുന്ന ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ വെണ്ടേഴ്സ് എന്ന സ്ക്രീൻ വരുന്ന കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വെണ്ടറുടെ ID കൊടുത്ത് വെണ്ടറുടെ പേര് കൊടുത്ത് മറ്റു വിവരങ്ങളും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെണ്ടറെ വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയും. ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്കിവിടെ CD പോയിന്റ് എന്ന വെണ്ടറുടെ പക്കൽ നിന്നും വെണ്ടർ സപ്ലയർ ആണെന്ന് ഓർക്കുക. ഈ CD പോയിന്റിന്റെ പക്കൽ നിന്നും സാധനം മേടിക്കുന്നു. അതുകൊണ്ട് നമ്മൾ CD പോയിന്റ് സെലക്ട് ചെയ്തു ക്ലിക്ക് കൊടുക്കുന്നു. ഉടനെ വെണ്ടർ ID ഫീൽഡിൽ നമ്മൾ കൊടുത്ത ID CP1 വന്നിരിക്കുന്ന കാണാം. നെയിം ഫീൽഡിൽ CD പോയിന്റ് എന്ന് വന്നിരിക്കുന്നതും കാണാൻ കഴിയും. അടുത്ത ഫീൽഡ് റൈറ്റിൽ ഇൻവോയ്സ് ഹാഷ് കൊടുത്തിരിക്കുന്ന കാണാൻ കഴിയും. ഈ ഹാഷ് എന്നത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെണ്ടറുടെ നിന്ന് കിട്ടിയ ബില്ലിന്റെ അഥവാ പർച്ചേസ് ബില്ലിന്റെ അഥവാ പർച്ചേസ് ഇൻവോയ്സിന്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ 193 ആയിരുന്നു നമ്പറെങ്കിൽ ആ 193 അവിടെ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് ഫീൽഡ് ഡേറ്റ് ഫീൽഡാണ്. ഡേറ്റ് ഫീൽഡിൽ കലണ്ടർ ക്ലിക്ക് ചെയ്തു. നമ്മളിത് 7-ാം തീയതിയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ജനുവരി നമ്മൾ 7-ാം തീയതി സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് അതിന് താഴെയായി വെയിറ്റിംഗ് ഓൺ ബിൽ ഫ്രം വെണ്ടർ എന്ന ഒരു ഫീൽഡുണ്ട്. ഇവിടെ ചെക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയണം. ഇവിടെ ബില്ല് ഒപ്പം കിട്ടിയിട്ടില്ല എങ്കിൽ, സാധനം വന്നു ബില്ല് ഉടനെ വന്നിട്ടില്ല എങ്കിൽ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കൊടുക്കാം. സാധനവും ബില്ലും ഒന്നിച്ചാ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്ന വിവരങ്ങളെ സിസ്റ്റം കാണിച്ചിരിക്കുന്ന കാണാൻ കഴിയും. ഇതിൽ റൈറ്റ് പോർഷനിൽ അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡിഫോൾട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 20,000 വന്നതാണ്. നമ്മളിത് മാറ്റേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ് ഫീൽഡ് വരുമ്പം ക്വാണ്ടിറ്റി എന്ന ഫീൽഡ് വരിക. അവിടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് മേടിച്ചെന്നുള്ള പറയണം. നമ്മളിവിടെ സങ്കല്പിക്കുകയാണ് 5 മൗസ് മേടിച്ചതായിട്ട്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഫീൽഡിൽ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീൽഡ് ഐറ്റത്തിൽ വന്നു. ഐറ്റത്തിൻ്റെ അവിടെ വരുമ്പോൾ വരുന്ന ലെൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് ഐറ്റംസ് കാണാൻ കഴിയും. ഇതിൽ നിന്നും 5 മൗസ് ആണ് വാങ്ങിയതെങ്കിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യണം. അതല്ല CD ആണെങ്കിൽ CD ക്ലിക്ക് ചെയ്യണം. ഇവിടെ മൗസ് മേടിച്ചായിട്ട് സങ്കല്പിക്കുന്നു. ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ഉടൻ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ സിസ്റ്റം എന്ത് ചെയ്തു, മൗസ് എന്ന് എഴുതി. നെക്സ്റ്റ് ജനറൽ അക്കൗണ്ട് വന്നിരിക്കുകയാണ്. ഈ ജനറൽ അക്കൗണ്ട് നമുക്കവിടെ 12,000 തന്നിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഇൻവെന്ററി എന്ന് അത് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മളിവിടെ മാറ്റം കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ കൊടുക്കുക. ഇനി ഈ മൗസ് ഓരോന്നും എന്ത് വിലയ്ക്ക വാങ്ങിയെന്നാണ് അടുത്ത ഫീൽഡ് ചോദ്യം. യൂണിറ്റ് പ്രൈസിൽ ഇവിടെ നമ്മൾ യൂണിറ്റ് പ്രൈസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ
200 രൂപ വിലയ്ക്ക് ഓരോന്നും വാങ്ങിയെന്നാണ് ബില്ലിൽ കണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ബില്ലും പ്രകാരം 200 കൊടുക്കുന്നു. നെക്സ്റ്റ് ഫീൽഡിൽ വരുന്നു. നെക്സ്റ്റ് ഫീൽഡ് എമൗണ്ട് ഫീൽഡാണ്. എമൗണ്ട് ഫീൽഡിൽ 200നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ വാല്യൂ 1000 സിസ്റ്റം തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇനിയും എൻ്റർ അടിക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫീൽഡിൽ വരുന്നു. ഇനിയും അവിടെ എൻ്റർ അടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഐറ്റം ക്വാണ്ടിറ്റി ചോദിക്കുകയാണ്. നമ്മൾ ഈ ബില്ലിന്റെ കൂടെ തന്നെ 10 CD കൂടെ വാങ്ങിയിരുന്നു എന്നൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവിടെ ഐറ്റം ഫീൽഡിൽ ക്വാണ്ടിറ്റിയുടെ അവിടെ 10 അടിച്ചു കൊടുക്കുന്നു. ഐറ്റത്തിന്റെ അവിടെ നമ്മൾ ലെൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് CD സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഉടനെ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ CD അതിന്റെ ഫുൾ നെയിമായ കോമ്പാക്ട് ഡിസ്ക് എന്ന് അവിടെ വന്നിരിക്കുന്ന കാണാൻ കഴിയും. നമ്മളെ അവിടെ ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്തെടുത്ത് കോമ്പാക്ട് ഡിസ്ക് എന്ന ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷന്റെ അവിടെ ആ പേരവിടെ വന്നത്. ഇനി ജനറൽ ലെഡ്ജർ അക്കൗണ്ട് 12,000 തന്നെയാണ്, അത് മാറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഇനിയും ഓരോ CDയും നമ്മൾ എന്ത് വിലയ്ക്കാണ് മേടിച്ചെന്നുള്ളതാണ് യൂണിറ്റ് പ്രൈസ് ഫീൽഡിൽ കൊടുക്കേണ്ടത്. അവിടെ ബില്ലിൽ 35 രൂപ വിലയാണ് ചാർജ് ചെയ്തെങ്കിൽ ആ 35 കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. എമൗണ്ട് ഫീൽഡിൽ വരുമ്പോൾ ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ് 350 അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഫീൽഡിൽ വരുന്നു. നെക്സ്റ്റ് ഫീൽഡിൽ വരുമ്പോൾ വേറെ ഏതെങ്കിലും സാധനം ഇതിനൊപ്പം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഈ 2 സാധനം മാത്രമേ വന്നിട്ടുള്ളൂ എന്നിരിക്കട്ടെ. അപ്പം ഇത്രയും സംഗതികൾ മാത്രം കൊടുത്താൽ മതിയെങ്കിൽ നമ്മളിവിടെ വീണ്ടും എൻട്രി അടിക്കുന്നു. എന്നിട്ട് ഈ എൻട്രി ബില്ലിൽ വന്നിരിക്കുന്ന ടോട്ടൽ തുക 1350 എന്ന ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ തന്നിരിക്കുന്നത് കാണാൻ കഴിയും. പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മളെ പാർട്ട് പേയ്മെന്റ് എന്ന നിലയിൽ 350 അല്ലെങ്കിൽ 1350 താഴെയായിട്ട് മറ്റൊരു തുകയോ കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്കിവിടെ എമൗണ്ട് പെയ്ഡ് അറ്റ് പർച്ചേസ് എന്ന ഫീൽഡിൽ ആ തുക ടൈപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തുക കുറവ് ചെയ്തതിനു ശേഷമുള്ള ബാലൻസ് നെറ്റ് എമൗണ്ട് ഡ്യൂ എന്ന ഫീൽഡിൽ സിസ്റ്റം തന്നെ രേഖപ്പെടുത്തും. നമുക്കിവിടെ എമൗണ്ട് പെയ്ഡ് അറ്റ് പർച്ചേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്ക്രീൻ നമ്മൾ സേവ് ചെയ്യാണ്. സേവ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. എൻട്രി സേവ് ആകുന്നു. ഇനി സേവ് ചെയ്ത എൻട്രി നമുക്ക് ഒന്ന് കാണണം. മുൻ പറഞ്ഞ മാർഗം തന്നെയാണ് ഇവിടെയും സ്വീകരിക്കേണ്ടത്. അതിനായി പർച്ചേസ് റിസീവ് ഇൻവെന്ററി ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഐക്കണിൽ നിന്നും എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ നമുക്ക് ആ എൻട്രി സമ്മറൈസ്ഡ് ഫോർമാറ്റിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ എൻട്രി അടിക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യണം. അപ്പം ഡീറ്റെയിൽഡ് എൻട്രി നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പർച്ചേസ് റിസീവ് ഇൻവെന്ററി നമ്മൾ റീകോൾ ചെയ്തപ്പം അഥവാ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പം അൺപെയ്ഡ് എന്ന റെഡിങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, ഇതിന്റെ പണം കൊടുത്തിട്ടില്ല അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അഥവാ അൺപെയ്ഡ് ആണ് എന്ന് സിസ്റ്റം കാണിച്ചു തരുന്നു. ഇനി നമുക്കിവിടെ തിരുത്തലൊന്നും വേണ്ട, നമ്മുടെ പഠന ആവശ്യത്തിന് വേണ്ടി റീകോൾ ചെയ്തതാണ് എങ്കിൽ ഈ സ്ക്രീൻ നമ്മൾ മാറ്റം കൊടുക്കരുത്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 10 CDയും 5 മൗസും കടത്തിൽ വാങ്ങിയതായിട്ട് രേഖപ്പെടുത്തി. സിസ്റ്റം ക്ലോസിംഗ് സ്റ്റോക്കിൽ ഈ 2 ഐറ്റം കാണിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വേണ്ടി അഥവാ സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് മെനുവിൽ വരുന്നു. ടോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഇൻവെന്ററിയുടെ റിപ്പോർട്ടാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻവെന്ററി സെലക്ട് ചെയ്യാം. ഇൻവെന്ററി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റൈറ്റ് പോർഷനിൽ വന്നിരിക്കുന്ന ഇൻവെന്ററിയുടെ വിവരത്തിൽ നിന്നും ഐറ്റം ലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഐറ്റം ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഉടൻ സൈബർ സൊല്യൂഷന്റെ ഐറ്റം ലിസ്റ്റ് സോഫ്റ്റ്വെയർ ഡിസ്പ്ലേ ചെയ്തു. അതിൽ നമുക്ക് കാണാൻ കഴിയും CD
എന്ന ഡിസ്ക്രിപ്ഷനോട് കൂടിയുള്ളത്, ക്വാണ്ടിറ്റി ഇൻ ഹാൻഡ് ആയിട്ട് 10 എണ്ണം ഉള്ളതായിട്ട്, മൗസ് 5 എണ്ണം ഉള്ളതായിട്ട്. ഇതിൽ നിന്നും നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി വിറ്റുപോയതായിട്ടും ബാലൻസ് ക്വാണ്ടിറ്റി ഇത്ര ഉള്ളതായിട്ടും സിസ്റ്റം കാണിക്കും. ഇനി നമുക്ക് ഈ ഐറ്റം ലിസ്റ്റിന്റെ പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റിനായിട്ട് കൊടുത്തിരിക്കുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി മറ്റ് ഓപ്ഷൻസ് എന്തെങ്കിലും കൊടുക്കേണ്ട, ഓപ്ഷൻസിലൂടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഫോർമാറ്റിലൂടെ മറ്റു വിവരങ്ങൾ നൽകുകയും ചെയ്യും. അതിൻ്റെ വിവരങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നു. അതിന് ക്യാൻസൽ കൊടുത്തു. കടത്തിലുള്ള വിൽപ്പന എങ്ങനെയാണ് പീച്ച്ട്രീയിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ആവശ്യത്തിന് ടാസ്ക് മെനുവിൽ നിന്നും സെയിൽസ് ഇൻവോയ്സിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സെയിൽസ് ഇൻവോയ്സിംഗ് എന്ന ടൈറ്റിൽ ഒരു സ്ക്രീൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ കസ്റ്റമർ ഐ ഡി ആണ് ആദ്യം നൽകേണ്ടത്. അതായത് ആർക്കാണോ കടത്തിൽ ഈ സാധനം വിൽക്കുന്നത് അയാളുടെ പേര് നെയിം ഫീൽഡിലും ഐ ഡി കസ്റ്റമർ ഐ ഡി ഫീൽഡിലും കൊടുക്കണം. നിലവിലുള്ള കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലുമാണ് സാധനം കടത്തിൽ വിൽക്കുന്നതെങ്കിൽ ലെൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പേര് ലിസ്റ്റിൽ കാണിക്കും. അതിൽ നിന്നും ആർക്കാണോ വിൽക്കുന്ന ആ ആളെ സെലക്ട് ചെയ്യുക. അതല്ല, ഈ 3 പേരിലല്ലാതെ മറ്റേതെങ്കിലും പേരിലുള്ള ഒരാൾക്കാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ നമ്മളിവിടെ പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ന്യൂ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെയിൻറ്റെയിൻ കസ്റ്റമേഴ്സ് പ്രോസ്പെക്ട്സ് എന്ന ഒരു ഫീൽഡ് അവിടെ വരും. അവിടെ നിങ്ങൾക്ക് പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ സ്ക്രീൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻസിൽ തുറക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ പേരുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഞാനിവിടെ നിലവിലുള്ള കസ്റ്റമറായ ഇവിടെ മെഗാസോഫ്റ്റ് എന്ന ആൾക്ക് വിറ്റതായിട്ട് സങ്കല്പിക്കുന്നു. അതുകൊണ്ട് മെഗാസോഫ്റ്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഐ ഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെഗാസോഫ്റ്റിന്റെ പേര് അവിടെ കാണാൻ കഴിയും. അയാളുടെ ഫുൾ അഡ്രസ്സും ഇവിടെ വരുന്നത് കാണാൻ കഴിയും. ബിൽ ടു അഡ്രസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബിൽ ടു അഡ്രസ്സിൽ വന്നിരിക്കുന്നത്. അതല്ല, നമ്മൾ ഡിഫോൾട്ടിൽ അഥവാ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഷിപ്പ് ടു ആണ് കൊടുത്തിരുന്നെങ്കിൽ ഷിപ്പ് ടു അവിടെ വരുന്നത് കാണാനായിട്ട് കഴിയും. ഇനി അടുത്ത ഇൻവോയ്സ് നമ്പർ എന്ന ഫീൽഡിൽ എത്ര നമ്പർ ഇൻവോയ്സും പ്രകാരമാണ് ഈ വിൽപ്പന കൊടുത്തതെന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം നമ്മുടെ ബിൽ നമ്പറാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ജനുവരി മാസത്തെ 1ാമത്തെ വിൽപ്പന ആയതുകൊണ്ട് ഞാനിവിടെ 1 എന്ന ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഡേറ്റ് ഫീൽഡിൽ വരുന്നു. ഏത് ഡേറ്റിലാണ് വിൽപ്പന നടത്തിയെന്നുള്ളതാണ് സിസ്റ്റം ചോദിക്കുന്നത്. അവിടെ 1/1/2002 കിടക്കുന്നത്. നമ്മളിവിടെ സങ്കല്പിക്കുന്നു പർച്ചേസ് നടത്തി കഴിഞ്ഞിട്ടാണ് ഈ സാധനം വിറ്റത്. അതുകൊണ്ട് 15-ാം തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഫീൽഡായ കസ്റ്റമർ PO, അതായത് കസ്റ്റമറിന്റെ പർച്ചേസ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വിൽപ്പന നടത്തുന്നതെങ്കിൽ ആ പർച്ചേസ് ഓർഡർ നമ്പർ ഇവിടെ കൊടുക്കണം. അതല്ല, നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഡിഫോൾട്ട് സ്റ്റാൻഡിംഗ് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ഓർഡർ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നേനെ. ഇനി ഷിപ്പ് വയ നമ്മുടെ എയർബോൺ കൊടുത്തുകൊണ്ട് അത് തന്നെ വരും. ഷിപ്പ് ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടേംസ് ഡിഫോൾട്ട് ചെയ്തായിരുന്നുകൊണ്ട് അതവിടെ വന്നു. ഇനി സെയിൽസ് റെപ്രസെന്റേറ്റീവ് ID നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ലെൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ വരും. അതിൽ നിന്നും ഈ വെണ്ടറുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ പേര് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞേനെ. നമ്മൾ അത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഫീൽഡിൽ നമ്മൾ ഒന്നും സെലക്ഷന് കിട്ടാഞ്ഞ്. ഇനി നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഫീൽഡിൽ വന്നു. ക്വാണ്ടിറ്റി ഫീൽഡിൽ എത്ര സാധനമാണ് വിറ്റതെന്ന് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണം. നമ്മളിവിടെ 2 മൗസ് വിറ്റതായിട്ട് സങ്കല്പിക്കുന്നു. ഉടനെ ക്വാണ്ടിറ്റി 2 എഴുതി. ഐറ്റത്തിന്റെ അവിടെ വരുമ്പോൾ ഐറ്റം ലിസ്റ്റിൽ നിന്നും മൗസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, 5 മൗസാണ് ഇതിനു മുമ്പ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നും 2 എണ്ണം വിൽക്കുന്നെങ്കിൽ ബാലൻസ് ക്വാണ്ടിറ്റി ഓഫ് മൗസ് 3 ആകും എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ ഇവിടെ പിന്നീട് ഓക്കെ കൊടുക്കുന്നു.
ഉടനെ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ മൗസ് വന്നു. ഇനി നമ്മൾ വാങ്ങിയ വിലയ്ക്കായിരിക്കുമല്ലോ സാധനം വിൽക്കുന്നത്, അവിടെ യൂണിറ്റ് പ്രൈസ് കൊടുക്കണം. ഈ യൂണിറ്റ് പ്രൈസ് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചേനെ. എന്നാൽ നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ യൂണിറ്റ് പ്രൈസ് എത്രയാണോ അത് ടൈപ്പ് ചെയ്യണം. ഇവിടെ ഞാൻ 300 വിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു. എമൗണ്ട് ഫീൽഡിൽ വരുമ്പോൾ ഈ 300 അതായത് യൂണിറ്റ് പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത തുക എമൗണ്ട് ഫീൽഡിൽ വരുന്നത് കാണാൻ കഴിയും. ഇനി സെക്കൻഡ് ലൈനിൽ വരുന്നു. സെക്കൻഡ് ലൈനിൽ വരുമ്പോൾ നമ്മൾ ഇതിനൊപ്പം വേറെ ഏതെങ്കിലും സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയാണ് രേഖപ്പെടുത്തേണ്ടത്. നമുക്കിനി വേണമെങ്കിൽ CD വിൽക്കുന്നതായിട്ട് കൊടുക്കാം. ഇവിടെ 4 CD വിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഞാനിവിടെ 4 ടൈപ്പ് ചെയ്യുന്നു. ഐറ്റം ഫീൽഡിൽ വന്നിട്ട് CD കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചു. CD സെലക്ട് ചെയ്തു ശേഷം OK കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ കോമ്പാക്ട് ഡിസ്ക് വന്നു കഴിഞ്ഞു. യൂണിറ്റ് പ്രൈസിന്റെ അവിടെ ഞാനിത് 50 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു. അവിടെ 50 കൊടുക്കുന്നു. ഉടൻ തന്നെ എമൗണ്ട് ഫീൽഡിൽ ക്വാണ്ടിറ്റിയെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത തുക അവിടെ വരുന്നത് കാണാൻ കഴിയും. വന്നു. ഇനി അടുത്ത ലൈനിൽ വന്നു. അടുത്ത ലൈനിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ക്വാണ്ടിറ്റി അവിടെ കൊടുക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി അവിടെ കൊടുക്കാനില്ല എങ്കിൽ നമ്മൾ അത് ക്യാൻസൽ ചെയ്യുക. ഇനി സാധനം വിൽക്കുമ്പോൾ മറ്റ് ചാർജസ് ഏതെങ്കിലും കസ്റ്റമറെ ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ചാർജും ഇവിടെ കൊടുക്കാനായിട്ട് കഴിയും. അതിന് നമുക്ക് നെക്സ്റ്റ് ഫീൽഡിൽ വരുമ്പോൾ ഇവിടുന്ന് OK കൊടുത്തു. ചാർജസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാർജസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. സെയിൽസ് ടാക്സ് കോഡ് ഉണ്ടെങ്കിൽ ആ സെയിൽസ് ടാക്സ് ആപ്ലിക്കബിൾ ഉള്ള അത്രയും കൊടുക്കുക. ഇപ്പൊ ഇവിടെ 600, 200, 800 രൂപയുടെ വിൽപ്പനയാണ് വന്നിരിക്കുന്നത്. ഇനി വിൽപ്പന സമയത്ത് എന്തെങ്കിലും തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തുക ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ബാക്കി തുക നെറ്റ് എമൗണ്ട് ഡ്യൂ ആയിട്ട് ഇവിടെ സിസ്റ്റം തരുന്ന കാണാൻ കഴിയും. ഇത്രയും ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊന്നും നൽകാനില്ല എങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യാൻ വേണ്ടി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ എൻട്രി സേവ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ കൊടുത്ത എൻട്രി വീണ്ടും കാണാൻ മുൻപ് പറഞ്ഞ അതേ മാർഗമാണ് ഇവിടെയും സ്വീകരിക്കേണ്ടത്. അതിനായി എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 15-ാം തീയതി കൊടുത്ത എൻട്രിയുടെ സമ്മറൈസ്ഡ് ഫോർമാറ്റ് അവിടെ കാണാൻ കഴിയും. ഈ സമ്മറൈസ്ഡ് ഫോർമാറ്റിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽഡ് ഫോർമാറ്റ് കിട്ടാൻ ഒന്നുകിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആ വിൽപ്പനയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് കഴിയും. ഒപ്പം അൺപെയ്ഡ് തുക കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് റെഡ് ഇങ്കിൽ കൊടുത്തിരിക്കുന്നത് കാണാനും കഴിയും. ഇനി ഇത് കാണാൻ വേണ്ടി മാത്രം വിളിച്ചതാണെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊടുക്കാതെ ഇത് സ്ക്രീൻ ക്ലോസ് ചെയ്യുക.